എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും. പ്രതികൂലങ്ങൾ എനിക്കെതിരെ വന്നാൽ ചിരിച്ചുകൊണ്ടതിനെ നേരിടും ഞാൻ. കരയിക്കുവാൻ വരും കാര്യങ്ങളെ തിരിച്ചുകൊണ്ടെതിരിട്ടു തോൽപ്പിക്കും ഞാൻ. ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. പ്രതികൂലങ്ങൾ എനിക്കെതിരെ വന്നാൽ ചിരിച്ചുകൊണ്ടതിനെ നേരിടും ഞാൻ. കരയിക്കുവാൻ വരും കാര്യങ്ങളെ ചിരിച്ചുകൊണ്ടെതിരിട്ടു തോൽപ്പിക്കും ഞാൻ. ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളൊന്ന് വിശ്വസിക്കുക, കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു സ്ഥാനത്തും ഞാനും നിങ്ങളും ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല. ഒരാൾ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വാസ്തവമായി ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവമക്കളായി മാറുകയാണ്. പുറമേ മാതാപിതാക്കൾക്ക് ജനിക്കുന്നത് പോലെ തന്നെ അവർ പുതിയ സൃഷ്ടികളായി മാറുകയാണ്. ജീവനും മരണവും അവരുടെ നാവിൽ ദൈവം നൽകുകയാണ്. പുതുസൃഷ്ടിയായ ഞാനും നിങ്ങളും പറയുന്നത് പോലെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37 അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയാണ്, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അവർ ദൈവത്തിൻ്റെ മന്ദിരമായി മാറുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വാസമാകുകയാണ്. അവർ കർത്താവുമായി ചേർന്ന് പറ്റിച്ചേരുമ്പോൾ അവർ പുതിയ സൃഷ്ടിയായി കർത്താവുമായി ഏക ശരീരമായി മാറുകയാണ്. പിന്നെ അവർ സംസാരിക്കുന്നത് പോലെയാണ് സാഹചര്യങ്ങൾ, അവരുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ മാറുന്നത്. ഇവിടെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ യഹോവയുടെ കൈ പ്രവാചകൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് അവനെ പുറപ്പെടുവിക്കുകയാണ്. പിന്നെ പരിശുദ്ധാത്മാവിനാൽ ഒരു നിയന്ത്രണം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുകയാണ്. അവൻ താഴ്വരയുടെ നടുവിൽ അവനെ ദൈവം കൊണ്ട് നിർത്തുന്നു. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ നടുവിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കുക. ദൈവം അവനെ അതിൻ്റെ നടുവിലൂടെ നടക്കുമാറാക്കുക. ആ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികം അസ്ഥികളുണ്ടായിരുന്നു. എന്നിട്ട് പറയണം, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. വാസ്തവമായി അസ്ഥികൾ, ഉണങ്ങിയ അസ്ഥികൾ എന്ന് പറഞ്ഞാൽ അതിന് ജീവൻ വരത്തില്ല, എല്ലാ പ്രതീക്ഷയും അസ്തമിച്ചിരിക്കുന്നു. ഇനിയും എല്ലാ വഴികളും അടഞ്ഞിരിക്കുന്നു, മുമ്പിലെല്ലാം തടസ്സങ്ങൾ. അതേ ഒരു സാഹചര്യമാണ്, എല്ലാം ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ പറയാണ്, എന്നോട് മനുഷ്യപുത്രായ അസ്ഥികൾ ജീവിക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മുമ്പിൽ എല്ലാ വഴികളും അടഞ്ഞായിരിക്കും ചിലപ്പം കേൾക്കുന്നത്. വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചായിരിക്കും. ഇനിയും ജീവിക്കാനുള്ള സാധ്യതയുണ്ടോ, വിടുതലുള്ള വഴികളുണ്ടോ, സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യം നിങ്ങളുടെ മുമ്പിൽ കാണും. ദൈവം മറന്നു കളഞ്ഞു എന്നൊക്കെ ചോദ്യം ചെയ്യാം. പക്ഷെ ഇവിടെ അതേപോലെ ഒരു ചോദ്യമാണ് ഈ കർത്താവ് ചോദിക്കുകയാണ്, യഹോവയാ കർത്താവ് ചോദിക്കുകയാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഈ പ്രവാചകൻ പറയാണ്, യഹോവയാ കർത്താവെ ഞാൻ അറിയുന്നില്ല, അല്ല നിനക്കറിയാം, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിനറിയാം, എനിക്കത് എൻ്റെ വിശ്വാസമൊക്കെ പോയി, എൻ്റെ പ്രതീക്ഷയൊക്കെ അസ്തമിച്ചിരിക്കുന്നു. അവനപ്പോൾ പറയാണ്, അസ്ഥികളോട് കൽപ്പിക്കാൻ പറയാണ്, ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ചിട്ട് അവരോട് പറയണം, നിങ്ങളുടെ വിടുതലിന് വേണ്ടിയിട്ടുള്ള കാര്യം നിങ്ങൾ പ്രവചിച്ചു
പറയണം. നിങ്ങളുടെ നാവിൽ അതിന് ദൈവാധികാരം. അവയോട് പറയണം. എന്നിട്ട് പറയണം, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങൾ ജീവശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പും മാംസവും പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങൾ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും എന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രവചിക്കുകയാണ്. എന്നിട്ട് പറയണം, അദ്ദേഹം പറയണം, ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുഴക്കം കേട്ടു. നിങ്ങളിന്ന് നിങ്ങളുടെ സാഹചര്യത്തോട് പ്രവചിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു ദൈവശബ്ദം നിങ്ങൾ കേൾക്കാൻ കഴിയും. ഒരു വിടുതലിൻ്റെ മുഴക്കം നിങ്ങൾ കേൾക്കാൻ കഴിയും. അതിന് പകരം നിങ്ങൾ നിരാശയുടെ വാക്ക് ഞാനും നിങ്ങളും പറയുന്നെങ്കിൽ ഈ മുഴക്കം ദൈവശബ്ദമൊന്നും കേൾക്കത്തില്ല. എന്നാൽ ഒരു വിശ്വസിച്ച് ഒരു ദൈവ പൈതൽ യേശുവിനെ സ്വീകരിച്ച് ദൈവ മകനും മകളുമായി തീർന്ന വ്യക്തി പ്രതികൂലത്തെ നോക്കി പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുഴക്കം കേൾക്കാൻ പറ്റും, ഒരു വിടുതൽ കേൾക്കാൻ പറ്റും, ഒരു ആശ്വാസൻ്റെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ പറയുകയാണ്, ഒരു മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ആ മുഴക്കത്തിന് ശേഷം പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാകുക. അസ്ഥിയോട് വന്നു ചേർന്നു. പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ സംസാരിക്കുന്ന പ്രത്യാശയുടെ വാക്കുകൾ, ധൈര്യത്തിൻ്റെ വാക്കുകൾ, ഉറപ്പിൻ്റെ വാക്കുകൾ, അപ്പോൾ ഒരു വാസ്തവമായി ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അദൃശ്യ മണ്ഡലങ്ങളിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. കർത്താവ് അതിനു വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തു വച്ചിരിക്കുകയാണ്. നമ്മുടെ വാക്കിൽ തന്നെ നമ്മുടെ ജീവനും മരണവും ദൈവം വച്ചിരിക്കുന്നു. നാവിന് അധികാരം ദൈവം തന്നിരിക്കുന്നു. സാഹചര്യങ്ങൾ നോക്കി കരഞ്ഞിരിക്കാനല്ല എന്നെയും നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. സാഹചര്യത്തിൻ്റെ നടുവിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഉണങ്ങിയ അസ്ഥി സമാനമായ വിഷയങ്ങളോട് എഴുന്നേറ്റ് ധൈര്യത്തോടെ യേശുവിൻ്റെ നാമത്തിൽ മാറുക എന്ന് കൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഇവിടെ പറയുകയാണ്, പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മുഴക്കം കേട്ടു, ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി, അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ അവൻ നോക്കി, അവിടെ മേൽ നരമ്പും മാംസവും വന്നു, അവയ്ക്ക് ത്വക്കും പൊതിയുന്ന കണ്ടു. എന്നിട്ട് 10-ാം വാക്യത്തിൽ പറയാണ്, അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. കർത്താവ് പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവചിച്ചു. ഞാൻ തൊട്ടു മുമ്പ് പറയുന്നുണ്ട്, കർത്താവ് എന്താ പറഞ്ഞത്? ഞരമ്പും മാംസവും വന്ന് അവരുടെ മേൽ ത്വക്കും പൊതിയുന്ന കണ്ടു. എന്നാൽ ശ്വാസം അതിലില്ല, അതിനകത്ത് ജീവനില്ല. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കണം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ, നീ 4 ദിക്കുകളിൽ നിന്നും കാറ്റുകളിൽ നിന്നും വന്ന് നിഹതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറഞ്ഞു. ഇത് കൽപ്പിച്ചത് അതുപോലെ പ്രവാചകൻ ചെയ്യുകയാണ്. പ്രവചിച്ചപ്പോൾ ശ്വാസം അതിന്മേൽ അവരിൽ വന്നു. ഒരു പ്രതീക്ഷയില്ല. മരിക്കുമെന്ന് പറഞ്ഞ ആൾ ഞാൻ മരിക്കത്തില്ലെന്നൊന്ന് പറഞ്ഞ്, ഞാൻ ജീവനോടിരിക്കുമെന്നൊന്ന് പറഞ്ഞ്, ഒരത്ഭുതം നടക്കും ഇവിടെ. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ച് കല്ലറ സമാനമായ വിഷയം കാണും. അത് ഇനി ഉണങ്ങിയ അസ്ഥി പോലെ ഒരിക്കലും ഇനിയും തിരിച്ച് അത് മടങ്ങി വരത്തില്ലെന്ന് പറയുന്ന വിഷയം കാണും. അതിനോട് പ്രവചിക്കുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഉടനെ ഒരു ശബ്ദം കേൾക്കുക, ഒരത്ഭുതം സംഭവിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ അവിടെ സംഭവിക്കുകയാണ്. കൽപ്പിച്ചതുപോലെ പ്രവചിക്കുമ്പോൾ ശ്വാസം അവരിൽ വന്നു. അവിടെ അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്ന് നിന്നു. എന്നിട്ട് പറയണം, പിന്നെ അവൻ എന്നോട് അരുളിച്ചത്, മനുഷ്യപുത്ര, ഈ അസ്ത്രീയിൽ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ ഇരിക്കുന്നവരോട് നീ പ്രവചിച്ചു പറയണം, യഹോവയായ കർത്താവാണ് പറയുന്നത് ഇത്. നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി നിങ്ങളെ ഇസ്രായേൽ ദേശത്ത് ഞാൻ കൊണ്ടുപോകും. എന്നെ ഇതുപോലെ ഉള്ള ആളുകൾ എന്നെ കേൾക്കുന്നവർ കാണും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയായിരിക്കും. പ്രതീക്ഷയുടെ മുഴുവൻ നാമ്പുകളും അസ്തമിച്ച് നിൽക്കുകയായിരിക്കും.
കർത്താവിന് പറയാനുള്ളത് ധൈര്യമായിരിക്കുക, പ്രവചിക്കുക, നിങ്ങളുടെ വിഷയങ്ങളോട് പ്രവചിക്കുക. അപ്പോൾ ശവക്കുഴി തുറന്ന് ശവക്കുഴിയിൽ നിന്ന് കർത്താവരെ കയറ്റുമെന്ന് ഇസ്രായേൽ ജനത്തെ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഇതിനുവേണ്ടി കർത്താവ് അത് ചെയ്തിട്ടുണ്ട്. ജീവിക്കേണ്ടതിന്, നമ്മൾ പറയുന്ന പോലെ സംഭവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേലും നിങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ യേശുവിനെ സ്വീകരിച്ചപ്പം. എന്നിട്ട് പറയാം, ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായി ഞാൻ അരുളി ചെയ്യുന്നു, നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യെസ്, നിങ്ങൾ ജീവിക്കേണ്ടതിന് യേശുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ വെച്ചിരിക്കുന്നു. ധൈര്യത്തോടെ നിങ്ങളുടെ പ്രതികൂലത്തോട് പ്രവചിക്ക്. നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോവുകയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു, ഇന്ന് വചനം കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ അടിപ്പിണരാൽ സൗഖ്യം പ്രാപിക്കട്ടെ. മരണസമാനമായി, കല്ലറ സമാനമായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവർ, അവരിപ്പോൾ ജീവനിലേക്ക് മടങ്ങി വരട്ടെ, സൗഖ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. ശവക്കുഴി തുറന്ന് അവർ എഴുന്നേറ്റ് ഒരു സൈന്യമായി മാറട്ടെ. പ്രാർത്ഥിച്ചനുഗ്രഹിക്കും. എന്നെ കേൾക്കുന്ന രോഗികൾക്ക് പരിപൂർണ്ണ സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിരിക്കുക. സ്തോത്രം. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. പ്രതികൂലങ്ങൾ എനിക്കെതിരെ വന്നാൽ ചിരിച്ചുകൊണ്ടതിനെ നേരിടും ഞാൻ. കരയിക്കുവാൻ വരും കാര്യങ്ങളെ ചിരിച്ചുകൊണ്ടെതിരിട്ടു തോൽപ്പിക്കും ഞാൻ. ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. ദൈവം എന്നെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും.